ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആം സൂപ്പർ ഹീറോ വ്ലോഗ്. ഗൈസ്, ഇന്ന് നമ്മുടെ ബിഗ് ഡേ ആണ്. നമ്മളെ വെഡിങ് ആണ്. നമ്മളൊരു 8 വർഷത്തെ കാത്തിരിപ്പല്ലടി. 8 വർഷത്തെ കാത്തിരിപ്പാണ് ഗൈസ്. ഇവള് ലവ് ലെറ്ററിൽ എന്തോയിട്ട് നീ എഴുതിയിരുന്ന കുറച്ച് വർഷം ചേട്ടൻ എനിക്ക് കാത്തിരിക്കാൻ പറ്റും. അപ്പം എനിക്ക് 23ഉം ചേട്ടന് 27 ആവും. അല്ല 28 ആവും. കറക്റ്റ് ആ 8 വർഷമായി ഇപ്പൊ നമ്മുടെ കല്യാണമാണ്. നമ്മളിപ്പോ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാൽ ഗൈസ്, ഓബൈ താമന്റെ റൂം എടുത്തിട്ടുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ നമുക്ക് മേക്കപ്പിനും ഡ്രസ് ചേഞ്ചിങ്ങിനും പിന്നെ ഫോട്ടോഷൂട്ടിനും വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനും മേഘയും മേഘയുടെ അനിയത്തിയും എൻ്റെ കസിൻ അനിയനുമായ ആഷിക്കുമായിട്ട് പോവുകയാണ്. ഇതൊക്കെ ഉണ്ടല്ലോ 2-3 മണിക്കൂറത്തെ മേക്കപ്പ് ഉണ്ടല്ലേ? എന്തൊക്കെ ചെയ്യണമല്ലേ? വെളുപ്പിനിപ്പം 4 മണിയായി. വെളുപ്പിന് 4 മണിക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പൊ ഫുഡ് കഴിക്കാൻ പറ്റൂല. അപ്പൊ ഈ നെയില് 2 ആഴ്ച കാണുമായിരിക്കും. അതുവരെ ഫുഡ് വാരി തരണമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. ഇന്ന് വൈകിട്ടത്തെ റിസപ്ഷനോട് കൂടി നെയിൽ ആർട്ടിന് വിട പറയുകയാണ് നമ്മൾ. എത്ര വയസ്സ് കൊടുത്ത് ചെയ്തെന്നറിയാമോ? ഒരു കുഴപ്പമില്ല. സ്വന്തമായിട്ട് വാരി കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവരാണെങ്കിൽ വാരി കൊടുക്കും. 2 ആഴ്ചത്തെ സ്നേഹമൊന്നും എനിക്കില്ലേ. സ്വന്തമായിട്ട് വാരി കഴിച്ചാൽ മതി. ഇപ്പോൾ ഗൈസ്, നമ്മൾ ഓബൈ താമര എത്തിക്കഴിഞ്ഞു. അപ്പോൾ റിസപ്ഷനിലോട്ട് പോയിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യണം. അപ്പം അങ്ങോട്ട് പോവാം. ഗൈസ്, ഒരു ആധാർ കാർഡ് കൊണ്ടുവന്നേക്കാണ്. എൻ്റെ പൊന്നോ, ആധാറിൻ്റെ ഫോട്ടോ കാണിച്ചേടി. ഓക്കെ. ഹിന്ദിക്കാരികളെ മറ്റേ കേസിനൊക്കെ പിടിക്കില്ല, അത് കണക്ക് ഇരിക്കും. ആധാർ കാർഡ് കവർ ഇട്ടുകൊണ്ട് വന്നേക്കണം. ഓക്കെ. ഇവളുടെ മുഖത്ത് ഒട്ടും ഉറക്ക ക്ഷീണമില്ല. ഭാഗ്യത്തിന് നീ ഉറങ്ങിയില്ല. 2 മണിക്കൂർ പോലും തികച്ച് ഉറങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എനിക്ക് ഉറക്ക ക്ഷീണമില്ല. കെട്ട് സമയത്ത് ഇവിടെ കിടന്ന് ഉറങ്ങുമെന്നാണ് തോന്നണം. റൂം സെറ്റായിട്ടുണ്ട് ഗൈസ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഓരോ കല്യാണങ്ങൾ വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലൊക്കെ വയ്യാതെ ആവൂലേ? നമ്മളെ കുടുംബത്തിലൊക്കെ പനിയാണെന്ന് തോന്നുന്നത്. 6th ഫ്ലോറിലാണ് പോവേണ്ടത്. കാർഡ് സ്കാൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. കാർഡ് വെച്ച് നമ്മൾ സ്കാൻ ചെയ്താൽ നമുക്ക് പോകാൻ പറ്റും. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വിലയുള്ളൊരു ഹോട്ടലിൽ തന്നെ കയറുന്നത്. അതും വെഡ്ഡിങ്ങിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ പെട്ടിയോടെ ഇറങ്ങി. നമ്മളെ വിചാരം നമ്മൾ ഇവിടെ വാങ്ങിച്ചിട്ട് വന്നതാണ്. 6th ഫ്ലോർ എത്തിക്കഴിഞ്ഞു ഗൈസ്. നമ്മളെ റൂം വന്നിട്ട് 614 തൊട്ടടുത്ത് തന്നെയാണ്. വലുതായി നടക്കേണ്ടി ഒന്നും വന്നില്ല. ഇതാണ് നമ്മൾ എടുത്ത റൂം. കാരണം നമ്മൾ മേക്കപ്പിനും ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് എടുത്തതാണ് ഗൈസ്. എനിക്ക് ബ്രൈഡിൻ്റെ ബൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഡ്രൈ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടൊരു പുറം നാട്ടിലെ ഒരു സാധനമാണ്. ഓൺ ദി സോയിൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തതാണ്. സാധനം അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. എൻ്റെ ബൊക്കെ അടിപൊളിയാണല്ലേ. അപ്പോൾ ഗൈസ്, നമ്മുടെ മേഘേൻ്റെ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചിയാണെന്ന് തോന്നുന്നു. നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചിയാണെന്ന് വിചാരിച്ചത്, പക്ഷേ ചായ കൊണ്ടുവന്നതായിരുന്നു. ചമ്മിപ്പോയി, മേഘ ചമ്മിപ്പോയി. ചായ ഓർഡർ ചെയ്തേ, 4 ചായ. നമുക്ക് 4 കൂടി ചായ ഓർഡർ ചെയ്ത്. ചായയുടെ വില എത്രയെന്ന് അറിയാമോ? 1115 രൂപ. ഞാൻ കൂടിപ്പോയൊരു ഒരു ചായക്ക് 100 രൂപ. ഓക്കെ, 1015 രൂപയുടെ ചായ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. 1115 രൂപയുടെ ചായ. സൂക്ഷിച്ചൊഴിക്കണേ, ഒന്നിനും തറയിൽ പോവല്ലേ, നഷ്ടമാണേ. നന്ദുവിന് ഒരു 1015 115 ചായ കൊടുത്തേ. നിനക്ക് ആ ഭാഗ്യം ഉണ്ടായിരിക്കുന്നു. അതെ ഗൈസ്, ഇത് ഉറപ്പായിട്ടും നമ്മുടെ ചേച്ചിയാണ്. ഹായ്, ഇതാണ് നമ്മളെ മേഘേനെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാമെന്ന ജിമ്മൻ്റെ വൈഫ്. ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് വിചിത്ര ചേച്ചി എന്നാണ്. ജിമ്മനെ സാധാരണ കൊണ്ടുവരണേണ്. ചേട്ടൻ ട്രെയിനർ ജിമ്മാണ്, അതുകൊണ്ടാണ് ജിമ്മൻ്റെ വൈഫ്. ഇല്ല ചേച്ചി, ഇവക്ക് ഒരു ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് സെറ്റ് ചെയ്താൽ മതി. എങ്ങനെയുണ്ട് ചേച്ചി? ഇംപ്രസ്ഡ് ആയോ? കൊള്ളാല്ലേ ചേച്ചി? ഒരു 7 മണിയാകുമ്പോൾ സെറ്റ് ചെയ്ത് ഇറക്കണം. ഓക്കെ അല്ലേ? കള്ളം പറഞ്ഞല്ല ഗൈസ്. നോക്കിയാണ്, ചീയുടെ പൈസയാണ് 1115 രൂപ. ഏകദേശം ഒരു ചായ 250 രൂപ എന്തോ ആണ്. കുടിക്കണോ ചില്ലിട്ട് വെക്കണോന്നാണ് ആലോചിക്കുന്നത്. മിക്കവാറും ചില്ലിട്ട് വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഗൈസ്, നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു കാര്യം. നമ്മൾ തന്നെ പഞ്ചസാര പൊടിയിട്ട്
നമ്മൾ തന്നെ ചായ ഇട്ട് കലക്കി കുടിക്കുന്നതിനാണ് ഈ പ്രൈസ്. ഇവിടെയുള്ള റിസപ്ഷനിസ്റ്റ് എന്നെ എപ്പോഴും വിളിച്ചാലും സാറ് സാറെന്നേ വിളിക്കുള്ളൂ. ഇപ്പം എന്തുകൊണ്ടാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഒരു ചായക്ക് 250 രൂപ, 4 ചായക്ക് 1115 രൂപ ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും സാറെന്നേ വിളിക്കുള്ളൂ. അത്രയ്ക്ക് പൈസ ഉള്ളവരെ സാറെന്ന് വിളിക്കുമോ. അരിമുറുക്കൊക്കെ ഉണ്ട്. ഇത് പാക്കിങ്ങിൻ്റെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നമ്മളിവിടെ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ ഇരിക്കും. ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ തൊടാൻ പേടിയാണ്. കോസ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും ഇതിൻ്റെ പൈസ കാണും. നമ്മളവിടെ 35 രൂപ സാധനം ഇരിക്കും, ഇവിടെ 350 രൂപ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ തൊടുന്നില്ല, ഇവിടെ നിന്നൊന്നും തൊടുന്നില്ല. ഇനി അവിടെ ഒരു തേയില മാത്രമേ നമ്മൾ ഇട്ട് കുടിക്കുക. അതിനുള്ള വെള്ളം അവിടെ ഉണ്ട്, വെള്ളവും സാധനങ്ങളും ഉണ്ട്. പിന്നെ ഫുഡും കാര്യങ്ങളും ഇവിടെ നിന്ന് ഒട്ട് കഴിക്കൂല. അവൻ്റെ സാറ് വിളി ഇത്തിരി കുറച്ചോട്ട്. ഞാനിപ്പോൾ ഈ അടുത്ത ഈ റൂമിന് 5040 രൂപ ആയിട്ടുണ്ട്. 4000 സംതിങ് എന്തോ. പിന്നെ GST കാര്യങ്ങളുമായിട്ട് 5040 രൂപ. എൻ്റെ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഒരു ലക്ഷറി ഹോട്ടലാണ് എന്നും പറയും. ചായക്കുള്ള പ്രൈസ് ഇച്ചിരി കൂടുതല. ഓക്കെ, ബൈ. സ്റ്റാർട്ട് ദ മേക്കപ്പ്. ഗൈസ്, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഈ പോർഷൻ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മൈക്ക് ഓഫ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ മേക്കപ്പ് ചെയ്യാൻ എൻ്റെ ഫെയറിലോട്ടാണ് പോകുന്നത്. ഗായ്സ്, എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഏകദേശം 1 മണിക്കൂർ എടുത്തുള്ളൂ. അപ്പോൾ ഇനി അവിടെ എന്തായെന്ന് എനിക്കറിയണം. ഞാൻ മേഘേര അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ ഇതെല്ലാം കഴിഞ്ഞു. കൊള്ളാമല്ലേ ഗൈസ്? കൊള്ളാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൊള്ളാം അവിടെ എന്തു അടിപൊളി. ഓക്കെ. ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് അറിഞ്ഞത്. ക്യാമറമാനും കാര്യങ്ങളും വിളിച്ചിട്ടുണ്ട്. അവർ 7 മണിയാകുമ്പോൾ കറക്റ്റ് എത്തിയിരിക്കും. ബട്ട് ഗൈസ്, തലയൊക്കെ നിന്ന് കരിയാണ്, തലമുടിയൊക്കെ നിന്ന് കരിയുന്നു ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് പോയ ആളെയല്ല. ഓബൈത്താമൻ്റെ ഓണറായിട്ട് വരാമെന്ന് വിചാരിച്ചു. കണ്ണിൽ ലെൻസൊക്കെ വെച്ച് ഗൈസ്. യക്ഷിയും ഞാനും എന്ന പടത്തിൻ്റെ 3ാമത്തെ പാർട്ടിൽ പുള്ളി ഡ്രസ്സൊക്കെ ഇട്ട് മാത്രമുള്ള മേക്കപ്പ് ഇട്ട് കൊടുത്തില്ലേ. മേക്കപ്പ് ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞ് മുഖത്ത് എന്തൊക്കെ വാരി തട്ടിട്ട് പറ്റിച്ച്. ഇവളുടെ ഉടുപ്പുണ്ടല്ലോ, എടീ, എവള് ടൈറ്റ് അടിയാ കൊടുത്തിട്ടേ 8 കിലോയ്ക്ക് കഴിച്ച്. അതാണ് സംഭവം. ഒരു മണിക്കൂർ പോയി 1 മണിക്കൂർ കൊണ്ട് ഞാൻ ഇങ്ങ് എത്തി ഗൈസ്. റെഡി ആവുന്നേ ഉള്ളൂ. എത്ര ടൈം എടുക്കും ചേച്ചി? 15 മിനിറ്റ് എടുക്കുള്ളൂ ഗൈസ്. ഇപ്പോൾ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. ഇറങ്ങല്ല, ഈ സാധനം എങ്ങനെ വെച്ചിട്ടും പോക്കറ്റിൽ ഒരു ഇത് വരുന്നില്ല, ഒരു മെനയും പറഞ്ഞില്ല. റെയ്മണ്ടിൽ അവർ വച്ചൊരു അടി നെറ്റി നോക്കി തടിമാകെ. ഞാൻ നെറ്റി നോക്കിയിട്ട് വരാം ഗൈസ്. ഇതിന്റെ സിസ്റ്റം അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു ഐഡിയ ഇല്ലല്ലോ.
Every day with you is magic. Every kiss is better than the last. It's a home I've never known, a place I know will. For a lifetime of I love yous, two hearts, one beat. You whisper to me, be mine. സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. Two hearts, one beat. You whisper to me, be mine for a lifetime. It's the little things that make our hearts meet. It's like അടയാളമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക. I can hardly breathe when you say my name. നിങ്ങളോടുള്ള സ്നേഹത്തിന്റെയും വിശ്വസ്തതയും അടയാളമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മോതിരം ധരിച്ചുകൊള്ളുക. I know we've waited and we've prayed, and here we are for a lifetime. For a lifetime. Every day I swear I need you. With each glance I love you more and more. Our walls came crumbling down. Now hand in hand we soar. For a lifetime of I love yous, two hearts, one beat. You whisper to me, be mine. അപ്പോൾ ഗൈസ് 8 വർഷത്തെ നമ്മളെ റിലേഷൻ, അതായത് നമ്മുടെ ബിഗ് ഡേ ഇന്ന് അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വല്ലാത്തൊരു ഫീലിലാണ്, വല്ലാത്തൊരു മൊമെൻ്റ് ആണല്ലേ? ഓക്കെ ശരി, അപ്പോൾ ബാക്കി കാണാം. കളന്ന് ഫോട്ടോ എടുത്തിട്ട്. For a lifetime, it's the little things that make our hearts meet. It's like I can hardly breathe when you say my name. I know we've waited and we've prayed, and here we are for a lifetime. Forever and ever for a lifetime. ഇപ്പം സൂപ്പർ ഹീറോന്റെ കല്യാണം കഴിഞ്ഞതിന്റെ ഇടവേളയിൽ എന്തിനു പറയാനുണ്ട്? ഫുഡ് എപ്പോഴുണ്ട്, ഫുഡൊക്കെ ഉണ്ട്. എന്തെല്ലാം പറയാനുണ്ട് ഈ അവസരത്തിൽ? വളരെ സന്തോഷം എല്ലാവരും കണ്ടതിൽ. മാത്രമേ ഉള്ളൂ. എനിക്കും കല്യാണം കഴിക്കണം ഗൈസ്. കല്യാണം കഴിഞ്ഞതിനെ പറ്റി 2 വാക്ക്. ഞാൻ തോന്നണ പറയാ അപ്പോൾ ഗായ് പെണ്ണ് സാരി എടുക്കാൻ പോയി. നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. റോക്കി ബായ്, ഈ മലർവാടിയുടെ റോക്കി ബായ് ആണ് ഇരിക്കുന്നത്. ഇവർ രണ്ടുപേരെ കല്യാണമാണ് ഗൈസ് ഇന്ന്.
നീ എന്നെക്കാൾ ഇളയതാണ്. നേരത്തെ എവിടെ കൊണ്ട് വെക്കാൻ കൊണ്ടത്തിന്റെ ഇടയിൽ ഒരു സ്വർണ്ണം കിടിലൻ ഫോട്ടോഗ്രാഫർ പിന്നെ പറഞ്ഞു അധികം ഇതിനൊരു കണക്കുണ്ട്. മതി മതി. അപ്പോൾ നമ്മുടെ ഒരു ബിഗ് ഡേ നമ്മൾ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം, അങ്ങനെ കുറേ സ്ട്രഗിളും കാര്യങ്ങളും ശേഷമാണ് നമ്മുടെ ഈ ഒരു കല്യാണം. എൻ്റെ 8 വർഷത്തെ കാത്തിരിപ്പായിരുന്നു എന്താ മുതൽ. അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി റിസപ്ഷനും കാര്യങ്ങളും അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും പ്രേയും ബ്ലെസ്സിങ്ങും എല്ലാം ഉണ്ടാവണം എപ്പോഴും നമ്മളെ കൂടെ. അപ്പോൾ ബൈ.